എന്താണ് ഭയങ്കര എക്സൈറ്റഡ് ആണല്ലോ. ശുഭാൻഷു ശുക്ല ISSC പോവല്ലേ? അതായത് അച്ഛനും എക്സൈറ്റഡ് ആണ്. അപ്പം എനിക്ക് അതിനെ കുറിച്ച് കുറച്ച് ഡൗട്ടുണ്ട്. പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ശുഭാൻഷു ശുക്ല സ്പേസിൽ പോവാണല്ലോ. പക്ഷെ ഞാൻ കുറെ സ്ഥലത്ത് വായിച്ചു ഇപ്പൊ രണ്ടാമത്തെ ഇന്ത്യൻ ആണ് സ്പേസിൽ പോകുന്നതെന്ന്. പക്ഷെ ഇതിനു മുന്നേ 1980 എനിക്ക് ഓർമ്മ 1985, 84 ആ സമയത്ത് എങ്ങാണ്ട് അല്ലേ മറ്റേ രാകേഷ് ശർമ്മ പോകുന്നത്. പിന്നെ അത് കഴിഞ്ഞ് കൽപ്പന ചൗള, സുനിത വില്യംസ്. അപ്പൊ ഇവരാരും ഇന്ത്യൻസ് അല്ലേ? അത് നല്ലൊരു ചോദ്യം. അത് എന്താ വെച്ചാൽ സുനിത വില്യംസും കൽപ്പന ചൗളയൊക്കെ അവർ ഇന്ത്യൻ ഒറിജിനാണ്. പക്ഷെ അവർ US സിറ്റിസൺസാണ്, അമേരിക്കൻ സിറ്റിസൺസാണ്. അതുകൊണ്ട് അവരെ നമുക്ക് പൂർണ്ണമായിട്ടും ഇന്ത്യൻ എന്ന് പറയാൻ പറ്റില്ല. അതേസമയം 1984 രാകേഷ് ശർമ്മ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സിറ്റിസണാണ്. അദ്ദേഹം നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിലെ ഒരു സ്ക്വാഡ്രൺ ലീഡറായിരുന്നു. അതിനുശേഷം ഒരു ഇന്ത്യൻ സിറ്റിസൺ സ്പേസിലേക്ക് പോകുന്നത് ഈ 45 വർഷത്തിന് ശേഷം ഇപ്പോഴാണ്. അതാണ് ശുഭാൻഷു ശുക്ല പോകുന്നത്. 45 വർഷത്തിന് ശേഷമാണ് ഇപ്പം ഇനി അടുത്തൊരു ഇന്ത്യൻ പോകുന്നത്. കറക്റ്റ്. അതെന്താ ഇത്രയും ടൈം എടുത്തേ? ഇപ്പം അത് പല കാരണമുണ്ട് മോളെ. അന്ന് 84 രാകേഷ് ശർമ്മ പോയതിന് ശേഷം ഇവിടെ നമ്മുടെ തിരുവനന്തപുരം VSSCയിലെ ഉണ്ടായിരുന്ന ഒരു P രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു സയൻറ്റിസ്റ്റ് പോകാൻ വേണ്ടി എല്ലാം പ്ലാൻ ചെയ്തു. അദ്ദേഹം അതിൻ്റെ ട്രെയിനിങ്ങും ഒരു പരിധിവരെ പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് അമേരിക്കയുടെ സ്പേസ് ഷട്ടിൽ ചലഞ്ചറിൽ പോകാനായിരുന്നു, 86 പോകാനായിരുന്നു. അതിൻ്റെ ഒപ്പം നമ്മുടെ ഒരു ഇൻസാറ്റ് സാറ്റലൈറ്റ് ലോഞ്ചിങ് കൂടെ അതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം അവിടെ പോയി, നാസയിൽ പോയി, അവിടെ പോയി എൻ്റെ ട്രെയിനിങ് ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് 86 ജനുവരിയിൽ ഈ ചാലഞ്ചർ സ്പേസ് ഷട്ടിൽ അപകടത്തിൽപ്പെട്ടു, പൊട്ടിത്തെറിച്ച് അതിൻ്റെ അകത്തുണ്ടായിരുന്ന 7 അസ്ട്രോനോട്ട്സും മരിച്ചുപോയി. അപ്പം അമേരിക്ക ഈ ഷട്ടിൽ മിഷൻസ് കംപ്ലീറ്റ് ഇൻഡെഫിനിറ്റ്ലി സ്റ്റോപ്പ് ചെയ്തു. പിന്നെ അത് കുറേ കാലം കഴിഞ്ഞിട്ടാണ്, കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് വീണ്ടും ഷട്ടിൽ റീസ്റ്റാർട്ട് ചെയ്തത്. അപ്പോഴേക്ക് സിറ്റുവേഷൻസ് എല്ലാം മാറി. ടോട്ടൽ നമ്മുടെ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ് മാറി. ഇന്ത്യ കൂടുതൽ ഈ സ്പേസിൽ കോപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് റഷ്യയായിട്ടായിരുന്നു. സോവിയറ്റ് യൂണിയനുമായിട്ടായിരുന്നു. ആ സോവിയറ്റ് യൂണിയൻ അങ്ങ് തകർന്നു. പിന്നെ ഇന്ത്യയുടെ ഈ പ്രയോറിറ്റീസും മാറി. സ്പേസ് പ്രയോറിറ്റീസ്, ആൾക്കാരെ വിടുക എന്നതിനെക്കാട്ടി കൂടുതൽ ഇവിടെ നമ്മൾ സ്വന്തമായിട്ട് വലിയ റോക്കറ്റുകൾ ഉണ്ടാക്കുക, ഈ വലിയ പേലോഡ്സൊക്കെ, വലിയ സാറ്റലൈറ്റൊക്കെ ലോഞ്ച് ചെയ്യാൻ ഈ വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കാതെ വലിയ വലിയ റോക്കറ്റുകൾ ഉണ്ടാക്കുക, സാറ്റലൈറ്റുകൾ ഉണ്ടാക്കുക. ആ ഒബ്ജക്റ്റീവിലേക്ക് നമ്മുടെ പ്രയോറിറ്റീസും മാറുകയും ചെയ്തു. പിന്നെ ഈ ടോട്ടൽ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷനും മാറി. അങ്ങനെ ഇത് കാര്യം നമുക്ക് സ്വന്തമായിട്ട് വിടാൻ പറ്റില്ല. ഏതെങ്കിലും ഒന്നുകിൽ അമേരിക്ക അല്ലെങ്കിൽ റഷ്യ, ഇവർ രണ്ടുപേരെ അന്ന് സ്പേസിൽ പോയിട്ടുള്ളൂ. ചൈനയൊക്കെ പിന്നീടാണ് പോകുന്നത്. അപ്പം ഇവരുമായിട്ടുള്ള ബന്ധങ്ങൾ, ചെലവ്, അതിനെക്കാട്ടുള്ള ആ പൈസയൊക്കെ നമുക്ക് ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത് എന്ന് ഗവൺമെൻറ്റിനും ISROയൊക്കെ തോന്നി. അങ്ങനെ മാറി. പിന്നീട് ഈ ഗഗൻയാൻ എന്ന് പറഞ്ഞ പ്രോജക്റ്റ് ഈ അടുത്ത കാലത്താണ് സ്റ്റാർട്ട് ചെയ്തത്. 2016 ഗഗൻയാൻ പ്രോജക്റ്റ് അപ്രൂവലും ആവുന്നത്. അതായത് നമ്മൾ സ്വന്തമായിട്ട് ആൾക്കാരെ നമ്മുടെ റോക്കറ്റിൽ, നമ്മുടെ സ്പേസ് ക്രാഫ്റ്റിൽ സ്പേസിലേക്ക് അയക്കാം എന്ന ആ ഒരു പ്രയോറിറ്റി വരുന്നത്, ആ പ്രോജക്റ്റ് വരുന്നത് ഇപ്പോഴാണ്. അതാണ് അതുകൊണ്ടാണ് ഇത്രയും കാലം വൈകിയത്. ഓക്കെ. അപ്പൊ അച്ഛൻ ഈ രാകേഷ് ശർമ്മ പോയതൊക്കെ ഓർമ്മയുണ്ട് ഇപ്പോഴും? ഓ, നല്ല ഓർമ്മയുണ്ട്. അപ്പൊ അച്ഛൻ അന്ന് 8ാം ക്ലാസ്സിൽ പഠിക്കുക. 8ാം ക്ലാസ്സിലെ വെക്കേഷനാണ്. 1984 ഏപ്രിലായിരുന്നു ആ സംഭവം. അപ്പൊ ഇങ്ങനെ ന്യൂസൊക്കെ കണ്ടിട്ടുണ്ടാവല്ലേ? അന്ന് അവിടെ TV ഒന്നും ഇല്ല മോളെ, പത്രത്തിൽ വരുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ ആകാശവാണി കൂടെ വരുന്ന റേഡിയോയും. പക്ഷെ നല്ലപോലെ അച്ഛന് ഓർമ്മയുണ്ട് ആ സംഭവം. പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധി രാകേഷ് ശർമ്മ സ്പേസിലായിരിക്കുന്ന സമയത്ത് സോവിയറ്റ് യൂണിയൻ്റെ സല്യൂട്ടിൻ്റെ എന്ന് പറഞ്ഞൊരു സ്പേസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു അവർക്ക്, അതിൻ്റെ അകത്തായിരുന്നു. അപ്പം ഇവരോട് ഇവർ തമ്മിലുള്ള സംഭാഷണം അന്ന് ആകാശവാണി ലൈവായിട്ട് കേൾപ്പിച്ചു, റേഡിയോ.
അച്ഛനിതിങ്ങനെ കേട്ടോണ്ടിരിക്കുക, ഒന്നും മനസ്സിലാവുന്നില്ല, ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെയാണ്, ഒന്നും മനസ്സിലാവുന്നില്ല, പക്ഷേ ചുമ്മാ അങ്ങ് കേൾക്കുക. പക്ഷേ അതിൻ്റെ അകത്ത് ഒരു വാചകം മാത്രം ഉണ്ടായിരുന്നു, അത് പെട്ടെന്ന് മനസ്സിലായി. സാരേ ജഹാസെ അച്ഛ എന്ന് ഈ രാകേഷ് ശർമ്മ പറഞ്ഞു. ഇതെന്തായിരുന്നു ഇവർ തമ്മിൽ സംസാരിച്ചതെന്നൊക്കെ പിറ്റേ ദിവസം പത്രത്തിൽ വരുമ്പോഴാണ് അറിയുന്നത്. അപ്പോൾ ഇന്ദിരാഗാന്ധി ഒരു ചോദ്യം ചോദിച്ചു, അതായത് സ്പേസിൽ നിന്ന് നോക്കുമ്പം നമ്മുടെ ഇന്ത്യ എങ്ങനെയുണ്ട് കാണാൻ എന്ന് ഇന്ദിരാഗാന്ധി ചോദിച്ചപ്പം രാകേഷ് ശർമ്മ പറഞ്ഞ മറുപടിയാണത് സാരേ ജഹാസെ അച്ഛ, ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും മനോഹരമായ സ്ഥലം എന്ന്. അത് നല്ല ഓർമ്മയുണ്ട് അച്ഛനത്. ഞാൻ അച്ഛനിപ്പോൾ ഗഗൻയാനെ പറ്റി പറഞ്ഞല്ലോ. ഇപ്പൊ ഗഗൻയാൻ പോകുന്നു എന്നൊക്കെ നമുക്കറിയില്ല, പക്ഷെ അതിന്റെ സ്റ്റാറ്റസ് എന്തായി? ഗഗൻയാൻ അത് ഒരുപാട് അഡ്വാൻസ്ഡ് ആയി. പിന്നെ ഈ സ്പേസിലേക്ക് ആളെ വിടുക എന്ന് പറയുന്നത് സ്പേസിലേക്കൊരു സാധാരണ സാറ്റലൈറ്റ് വിടുന്ന പോലെ അല്ല. നമുക്ക് നല്ല റോക്കറ്റുണ്ട്, എല്ലാം വളരെ പ്രൂവണായിട്ടുള്ള റോക്കറ്റുണ്ട്. ബാഹുബലി LVM-3 എന്ന് പറഞ്ഞ ചന്ദ്രയാനൊക്കെ വിക്ഷേപിച്ച റോക്കറ്റുണ്ട്. അത് ഇതുവരെ ഫെയിലായിട്ടില്ല. നല്ല വെൽ പ്രൂവണായിട്ടുള്ള ക്രെഡിബിളായിട്ടുള്ള റോക്കറ്റാണ്. പക്ഷേ ആൾക്കാരെ വിടുമ്പം, യാത്രക്കാരെ വിടുമ്പം അതൊന്നും പോരാ, അതിൻ്റെയൊക്കെ റിക്വയർമെൻറ്റ് വളരെ കൂടുതലാണ്. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ. നീ ഗുഡ്സ് ട്രെയിൻ കണ്ടിട്ടില്ലേ? പാസഞ്ചർ ട്രെയിനും ഉണ്ട്, ഇല്ലേ? ഉണ്ടല്ലോ. എന്താ ഇത് തമ്മിലുള്ള വ്യത്യാസം? ഗുഡ്സ് ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, അതിൻ്റെ അകത്ത് സാധനങ്ങൾ കയറ്റിയിട്ട് കൊണ്ടുപോവുക, അത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു പാസഞ്ചർ ട്രെയിൻ, ആൾക്കാരെ കൊണ്ടുപോകുന്ന ട്രെയിൻ ആകുമ്പം അതിൻ്റെ അകത്ത് ആൾക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടാവണം, അവർക്ക് ടോയ്ലറ്റിൽ പോകാനുള്ള സൗകര്യം ഉണ്ടാവണം, അവരുടെ യാത്ര കംഫർട്ടായിരിക്കണം, സേഫായിരിക്കണം, അവർക്ക് ലൈറ്റ് വേണം, എയർ വേണം. ഇത് ഇങ്ങനത്തെ ഒരുപാട് കാര്യം. രണ്ടും ട്രെയിൻ തന്നെയാണ്. ഗുഡ്സ് ട്രെയിനും ട്രെയിനാണ്, പാസഞ്ചർ ട്രെയിനും ട്രെയിനാണ്. എൻജിൻ വെച്ച് ഓടുന്ന ഒരേ ട്രാക്കിൽ കൂടെ പോകുന്ന ട്രെയിനാണിത്. പക്ഷേ ഈ പാസഞ്ചർ ട്രെയിൻ എന്ന് പറയുന്നത് ഹ്യൂമൻ റേറ്റഡ് ട്രെയിനാണ്, അല്ലേ? അതേപോലെ തന്നെ ഈ പോകുന്ന ആ ക്യാരി ചെയ്യുന്ന റോക്കറ്റ് അതിനെ ഹ്യൂമൻ റേറ്റ് ചെയ്യണം. ഹ്യൂമൻ റേറ്റ് ചെയ്യണം, അതായത് ആൾക്കാരെ കൊണ്ടുപോകാം. മറ്റേ ഇപ്പം സാറ്റലൈറ്റ് ഒക്കെ ആണെങ്കിൽ അത് പോയാലും സാരമില്ല, അത് പോയി, പൈസ നഷ്ടമുണ്ട്, സാരമില്ല എന്നൊക്കെ ഇല്ല, വലിയ കാര്യം തന്നെ. പക്ഷേ അതുപോലെയല്ല ആൾക്കാരുടെ കാര്യം. അപ്പം അവിടെ ഫെയിലിയർ ആവാനേ പാടില്ല. എന്നാൽ ഈ റോക്കറ്റ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫെയിലിയർ ചാൻസസ് അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ എന്ത് പറ്റും? 100 സിസ്റ്റംസ് ഇതിൻ്റെ അകത്തുണ്ട്. പറ്റില്ല. കമ്പ്യൂട്ടറുകൾ, കൺട്രോളുകൾ എല്ലാം ഉണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ ഏതെങ്കിലും ഒരു സിസ്റ്റം ഫെയിലായാൽ ഉടനെ ബാക്കപ്പായിട്ട് വേറൊരു സിസ്റ്റം ഉണ്ടാവണം. അതും ഫെയിലായാൽ വേറൊരു സിസ്റ്റം ഉണ്ടാവണം. അങ്ങനെ ഈ പ്ലാൻ A, പ്ലാൻ B, പ്ലാൻ C എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഇത് പ്ലാൻ B, C ഒന്നും പോരാ. അങ്ങനത്തെ ഒരു 6-7 ലെയർ സെക്യൂരിറ്റി അതിൻ്റെ അകത്ത് ഉണ്ടാവണം. കാര്യം എല്ലാം കൂടെ ഫെയിലാവില്ല. അപ്പോൾ ഒന്ന് ഫെയിലായാൽ അടുത്തത് അത് ടേക്ക് ഓവർ ചെയ്യണം. നമ്മുടെ പ്രൊജക്റ്റിൽ നമ്മൾ എത്ര കോൺഫിഡൻ്റ് ആണെങ്കിൽ, എത്രയാണെങ്കിൽ, അതാണ് ഹ്യൂമൻ റേറ്റിംഗ് എന്ന് പറയുന്നത്. ഒരെണ്ണം ഫെയിലായാൽ അടുത്തതിലേക്ക് പോകണം, അത് ഫെയിലായാൽ വീണ്ടും അടുത്തതിലേക്ക് പോകണം, അത് ഫെയിലായാൽ വീണ്ടും അടുത്തതിലേക്ക് പോകണം. അത്രമാത്രം മൾട്ടിപ്പിൾ ലെയർ സേഫ്റ്റി സിസ്റ്റംസ് അതിൻ്റെ അകത്ത് ഉണ്ടാവണം. അതേപോലെ തന്നെ ഈ റോക്കറ്റ് ഈ ഏറ്റവും കൂടുതൽ അപകടം എന്ന് സാധ്യതയുള്ളത് ലോഞ്ചിൻ്റെ സമയത്താണ്. ഫസ്റ്റ് ലോഞ്ച് ഏറ്റവും കൂടുതൽ, ഫസ്റ്റ് ഫയറിങ്, ലിഫ്റ്റ് ഓഫ്, ആ സമയത്താണ് ഏറ്റവും കൂടുതൽ, ഫസ്റ്റ് സ്റ്റേജിൽ ഏറ്റവും കൂടുതൽ ഫ്യൂലുള്ളത് അവിടെയാണ്. അതാണ് കത്തുന്നത്. ആ സമയത്താണ് അപകടം ഉണ്ടാവാൻ. ചാലഞ്ചറൊക്കെ പൊട്ടിത്തെറിച്ചത് അങ്ങനെയാണ്. ഏറ്റവും കൂടുതൽ റോക്കറ്റ് അപകടങ്ങൾ ഉണ്ടായിട്ടത് ലോഞ്ച് സമയത്ത് തന്നെ. അപ്പം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ യാത്രക്കാർക്കൊന്നും സംഭവിക്കരുത്. അപ്പോൾ ഇതിൻ്റെ അറ്റത്തൊരു ചെറിയ കുഞ്ഞൻ റോക്കറ്റ് വെച്ചിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഉടനെ ഈ യാത്രക്കാരിരിക്കുന്ന ക്യാപ്സൂളും എടുത്തുകൊണ്ട് ഈ റോക്കറ്റ് ഭൂമെന്നങ്ങ് പറക്കും. ചെറിയ റോക്കറ്റ് എന്നിട്ട് വളരെ സേഫായിട്ടുള്ളൊരു ഡിസ്റ്റൻസിലേക്ക് പോയിട്ട് പാരച്യൂട്ട് വഴി താഴേക്ക് ഇറങ്ങും. അതാണ് കഴിഞ്ഞ വർഷം ഗഗൻയാൻ്റെ ടെസ്റ്റ് ചെയ്തത്. മനസ്സിലായോ? ഇജക്റ്റിങ്. അങ്ങനെയുള്ള ഇതേപോലെ ഓരോ സിസ്റ്റംസും അതിൻ്റെ അകത്തുണ്ട്. അങ്ങനെയാണ് ഈ നമ്മുടെ LVM-3 ബാഹുബലി എന്ന് പറയുന്ന റോക്കറ്റിന് ഹ്യൂമൻ റേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയത്. അപ്പോൾ 2-3 ഇയേഴ്സിൽ ഉണ്ടാവും. അടുത്ത 2027 ഉണ്ടാകും എന്നാണ് നമ്മളിപ്പോൾ കണക്കാക്കുന്നത്. ഇനി അതിനു മുമ്പ് 2-3 ട്രയൽ ലോഞ്ച് ഉണ്ട്. ആൾക്കാരില്ലാതെ വിടും.
പിന്നൊരു വ്യോമമിത്ര എന്ന് പറഞ്ഞൊരു എന്ന് വെച്ചാൽ ഒരു ഇത് റോബോട്ട്, അതിന് പേരിട്ടിരിക്കുന്ന വരാം, വ്യോമമിത്ര. ആ റോബോട്ടിനെ അയച്ച് ഇതേപോലെ തന്നെ സേഫായിട്ട് തിരിച്ചു കൊണ്ടുവരും. അങ്ങനെ അത്രയും ട്രയലുകൾ കഴിഞ്ഞതിന് ശേഷമേ റിയൽ ആസ്ട്രോനോട്ട്സിനെ വിടുകയുള്ളൂ. അപ്പൊ ഇപ്പൊ ഗഗൻയാന്റെ പ്രോജക്റ്റ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞില്ലേ അച്ഛൻ? അപ്പൊ പിന്നെന്തിനാ ഇപ്പം ഒരു ശുഭാൻശു ശുക്ലൻ ഇപ്പൊ അയക്കുന്ന അതിന്റെ എന്തെങ്കിലും ആണോ അതോ? അതെ, എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ആൾക്കാരെ വിടുമ്പോഴേ അതിൻ്റെ അകത്ത് റിയൽ സ്പേസ് എക്സ്പീരിയൻസ് ഉള്ള ഒരാളെങ്കിലും ഉണ്ടാവണം, വേണ്ടേ? അതിനെ കമാൻഡ് ചെയ്യാനും ആ എക്സ്പീരിയൻസ് കിട്ടാൻ വേറെ മാർഗ്ഗമൊന്നുമില്ല. അതിപ്പോൾ അമേരിക്കയ്ക്കേ പറ്റുള്ളൂ, അമേരിക്കയിലേ ഉള്ളൂ അത്, സ്പേസ് എക്സിനൊക്കെ പറ്റുള്ളൂ അത്. അതിനു വേണ്ടിയിട്ടാണ് അവരുമായിട്ടൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി ഈ ശുഭാൻശു ശുക്ലയെ ISSലേക്ക് ഇപ്പോൾ വിടുന്നത്. അദ്ദേഹം പോവും, 14 ദിവസം തോന്നുന്നു പ്രോജക്റ്റിൻ്റെ സമയം. ആ 14 ദിവസം ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ, ആ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യും. അതല്ല ഇതിൻ്റെ പുറകിലുള്ള ട്രെയിനിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭീകരമാണ്. അതാ ഞാൻ ചോദിക്കാൻ പോയി. ഇപ്പൊ ഈ റോക്കറ്റിന് നമ്മൾ ഇത്രയും പ്രിക്കോഷൻസ് എടുക്കുന്ന പോലെ തന്നെ അതിൻ്റെ ആസ്ട്രോനോട്സിന് നമ്മൾ അതിൻ്റെതായ ട്രെയിനിങ്സ് കൊടുക്കുക. അപ്പം ഇതിപ്പം കുറേ വർഷങ്ങളായി 4 പേരെ നമ്മൾ സെലക്ട് ചെയ്ത്, അതിലൊരാൾ മലയാളിയാണ്. 4 പേരെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് ആദ്യം റഷ്യയിലാണ് അയച്ചാണ് അവരുടെ ട്രെയിനിങ് കഴിഞ്ഞത്. പിന്നെ ഇപ്പോൾ ഇവിടെ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പേസിലെന്ന് പറഞ്ഞാൽ എക്സ്ട്രീം കണ്ടീഷൻസാണ്, എക്സ്ട്രീം കണ്ടീഷൻസ്. ആ എക്സ്ട്രീം കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇവിടുന്ന് ലോഞ്ച് ചെയ്യുമ്പം, ഈ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഗ്രാവിറ്റിക്ക് അഗൻസ്റ്റായിട്ടാണ് ഈ റോക്കറ്റ് വീട്ടിലേക്ക് പോകുന്നത്. അതിങ്ങനെ സ്പീഡ് കൂടി ഒരു സെക്കൻഡിൽ 8.9 കിലോമീറ്റർ വരെയൊക്കെ എത്തും. അത്രയും ഗ്രാവിറ്റിക്ക് അഗൻസ്റ്റായിട്ട് ഇത്രയും ഇത് പോകുന്ന സമയത്ത് എന്ത് പറ്റും? നമ്മുടെ വെയിറ്റ് കൂടും. ഗ്രാവിറ്റി മേലോട്ടല്ലേ പോകുന്നത്. അതായത് ഒരു 80 കിലോ വെയിറ്റ് ഉള്ള ഒരാൾക്ക് ഒരു 500-600 കിലോ വരെ വെയിറ്റ് ഫീൽ ചെയ്യും ഈ ലോഞ്ചിൻ്റെ സമയത്ത്. മനസ്സിലായോ? ഈ ലോഞ്ച് കഴിഞ്ഞ് കുറേ മിനിറ്റുകൾ കൊണ്ട് സ്പേസിലെത്തും. ടപ്പൊന്ന് സീറോ ഗ്രാവിറ്റിയിലേക്ക് മാറും. ഈ ചേഞ്ച് ഇതെല്ലാം മുഴുവനും, പിന്നെ അവരുടെ വിഷൻ, അവരുടെ ലോജിക്കൽ തിങ്കിങ്, ജനറൽ ഹെൽത്ത്, ഇങ്ങനെ മുഴുവൻ കാര്യങ്ങളും ചെക്ക് ചെയ്യും. അത് ഓക്കെ ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ഈ സ്പേസിലേക്ക് പോകാനായിട്ട് തിരഞ്ഞെടുക്കുന്നവർ മിക്കവാറും എല്ലാവരും ഈ എയർഫോഴ്സ് പൈലറ്റുമാരായിരിക്കും. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ എക്സ്ട്രീം കണ്ടീഷൻസ് ഹാൻഡിൽ ചെയ്യാൻ അവർക്കറിയാം. നല്ലൊരു ഒരു സ്പേസ് ട്രാവലിങ്ങിൻ്റെ ഒരു വലിയ ഒരു അളവോളം ഇവർ ചെയ്തിട്ടുണ്ടാവും, ആ പരിചയം ഇവർക്കുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇപ്പം രാകേഷ് ശർമ്മ സ്ക്വാഡ്രൺ ലീഡറായിരുന്നു എയർഫോഴ്സിൽ. ഇപ്പോൾ ഈ ശുഭാൻശു ശുക്ല അദ്ദേഹം സ്ക്വാഡ്രൺ ലീഡറാണ്. ഇവരെല്ലാവരും എയർഫോഴ്സിൽ നിന്നുള്ളവരാണ്. ലോകം മുഴുവനും അതെ ഈ ആസ്ട്രോനോട്ട്സ്, ഈ സ്പേസ് ട്രാവലേഴ്സ് എയർഫോഴ്സിൽ നിന്നുള്ളവരായിരിക്കും. അതാണ് അതിൻ്റെ കാരണം. ഇപ്പം ISS ഉണ്ടല്ലോ, അതേമാതിരി നമുക്ക് സ്വന്തമായിട്ട് സ്പേസ് സ്റ്റേഷൻ വരും, അതിന്റെ ഒരു ഇത് നടക്കുന്നില്ലേ? അതിന്റെ ഇപ്പൊ ഉടനെ ഇതേമാതിരി ഗഗൻയാൻ വരുന്ന മാതിരി ഒരു 2-3 ഇയേഴ്സിൽ വരും. ഗഗൻയാൻ ആദ്യം നടക്കും. ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ പ്രോജക്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. തുടങ്ങി. എന്താ വെച്ചാൽ അവിടെ ഒരു സ്ഥിരമായിട്ടൊരു സ്റ്റേഷൻ, ആൾക്കാർ ഇപ്പോൾ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ കണ്ടില്ലേ, ആൾക്കാർ പോകുന്നു വരുന്നു, അവിടെ കുറച്ച് നാൾ താമസിക്കുന്നു. അതേപോലെ നമുക്കിപ്പോൾ ചൈനയ്ക്കും അങ്ങനെ ഒരു സ്റ്റേഷനുണ്ട്. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ സ്വന്തമായിട്ടൊരു സ്റ്റേഷൻ. അത് പക്ഷേ ഒറ്റയടിക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റില്ല, കാരണം വളരെ ഹെവിയാണത്, 100-200 ടണ്ണൊക്കെ ഉണ്ടാവും. അപ്പം അത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താ പറഞ്ഞാൽ കുറേശ്ശെ ഓരോരോ മൊഡ്യൂൾസായിട്ട് അത് ലോഞ്ച് ചെയ്ത് പല ലോഞ്ചുകളിൽ കൂടെ സ്പേസിലെത്തിച്ച് അപ്പോഴേക്കും ഇവിടുന്ന് നമ്മുടെ ഗഗൻയാൻ ഏതാണ്ട് നമ്മൾ 1-2 മിഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും. ഇവിടുന്ന് ആൾക്കാർ അവിടെ ചെന്ന് അതിനെ അവിടെ വെച്ച് അസംബിൾ ചെയ്ത് കുറേ വർഷങ്ങൾ എടുത്തിട്ടാണ് ചെയ്യുക. ഏകദേശം 2035 ആകുമ്പോഴേക്ക് നമ്മുടെ ആ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ കംപ്ലീറ്റ് ആകും എന്നാണ് ഇപ്പോഴത്തെ ഒരു കണക്ക് കൂട്ടൽ. മനസ്സിലായോ? അപ്പം അപ്പോഴത്തേക്ക് ISS അവിടെ ഇല്ലാതാകും. ISSൻ്റെ കാലാവധി കഴിയും, ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ്റെ. അത് വളരെ ഹ്യൂജ് സംഭവമാണ്. ഹ്യൂജ് എന്ന് പറഞ്ഞാൽ വെരി ഹ്യൂജ്. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര ഉള്ളൊരു സാധനമാണ് ISS എന്ന് പറയുന്നത്. ചൈനയുടെ ഉണ്ട്, പിന്നെ നമ്മുടെ ഇതുകൊണ്ട് വരാൻ പോകുന്നത്. അപ്പോൾ വരും. ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ കംപ്ലീറ്റ് ആകുമ്പോഴേക്ക്
നമ്മളിവിടുന്ന് സ്ഥിരമായിട്ട് ആൾക്കാർ സ്പേസിൽ പോയി തിരിച്ചു വരുന്ന ഒരവസ്ഥ എത്തും. അങ്ങനെയൊക്കെ ഉടനെ ആവും അതൊക്കെ. പക്ഷെ എനിക്ക് വേറൊരു ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കളിയാക്കരുത്, എനിക്ക് ഒരു കൊതി കൊണ്ട് ചോദിക്കുന്നയാ. ഇങ്ങനെ നമ്മൾ പോകുന്നെങ്കിലും ചന്ദ്രനിൽ പോകും. അതിനെന്താ പോകുന്നതിനെന്താ? നമ്മൾ പോയല്ലോ ചന്ദ്രനിൽ, നമ്മൾ 2 പ്രാവശ്യം പോയില്ലേ? അങ്ങനെയല്ല, പിന്നെ അല്ലാണ്ട് ഇപ്പൊ ആൾക്കാർ പോയിട്ട് പോയി നീൽ ആംസ്ട്രോങ് ഒക്കെ പോയി വന്ന പോലെ അമേരിക്കയൊക്കെ പോയി വന്നാൽ പോവും. നമുക്കതിന് പ്ലാനുണ്ട്. 2040 ആകുമ്പോഴേക്ക് നമ്മൾ ആൾക്കാരെ ചന്ദ്രനിൽ അയച്ച് തിരിച്ചു കൊണ്ടുവരാൻ പ്ലാനുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ആൾക്കാർ പോകുന്ന പറയുമ്പോൾ ഈ ആസ്ട്രോനോട്സിന് കൊടുക്കുന്ന അതേപോലത്തെ ട്രെയിനിങ് ഓരോരുത്തരും എടുക്കേണ്ടി അത് വരില്ലേ? ചെറിയ കാര്യമല്ല. അത് എന്താണെന്ന് വെച്ചാൽ ആദ്യം അതിന് വേണ്ടത് എന്താണ്? കഴിഞ്ഞ ദിവസം നമ്മൾ അപ്പോളോ പ്രോഗ്രാമിനെ പറ്റി പറഞ്ഞില്ലേ? എന്താണ് അതിൻ്റെ വിജയിക്കാനുള്ള പ്രധാന കാരണം എന്തായിരുന്നു? ആ വലിയ റോക്കറ്റാണ്. മനസ്സിലായില്ലേ? സാറ്റേൺ 5 എന്ന് പറഞ്ഞ ആ റോക്കറ്റ്, അതിൻ്റെ അകത്തെ ക്രയോജനിക് എഞ്ചിൻസ്. അപ്പം നമുക്ക് അത്രയും വലിയ, അതുപോലെ വലിയ പേലോഡ് കപ്പാസിറ്റിയുള്ള റോക്കറ്റ് വേണം. ഇപ്പം നമ്മുടെ കയ്യിലിരിക്കുന്നത് LVM-3 ആണ്, ബാഹുബലി. അത് നല്ല പവർഫുള്ളാണ്. പക്ഷേ അതിന് കഷ്ടിച്ച് ഈ ലോ എർത്ത് ഓർബിറ്റിലേക്ക് ഒരു 10 ടണ്ണിൽ താഴെ സാധനം എത്തിക്കാനേ പറ്റുള്ളൂ. അതിനുള്ള കപ്പാസിറ്റി അതിനുള്ളൂ ലോ എർത്ത് ഓർബിറ്റിലേക്ക്. അപ്പോളോയുടെ വെയിറ്റ് എത്രയായിരുന്നു അറിയോ? പറഞ്ഞല്ലോ, 40 ടൺസ്. മനസ്സിലായില്ലേ? അപ്പം ആ വലിയ പേലോഡ്, അത്രയും വലിയൊരു ക്രാഫ്റ്റ് അതിനാവശ്യമാണ്. അത്രയും വലിയൊരു ക്രാഫ്റ്റിനെ ക്യാരി ചെയ്യാൻ പറ്റിയ റോക്കറ്റ് നമുക്കുണ്ടാക്കണം. അപ്പോൾ എന്തായാലും ഒരു മൂൺ മിഷൻ ആവശ്യമായ ക്രാഫ്റ്റിന്, സ്പേസ് ക്രാഫ്റ്റിന് ഒരു 30-35 ടണ്ണൊക്കെ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ആ ലെവലിലേക്കൊരു റോക്കറ്റ് ഉണ്ടാക്കിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ ബാഹുബലി കൊണ്ടൊന്നും നടക്കില്ല. അപ്പോൾ അവിടെ നെക്സ്റ്റ് ജനറേഷൻ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ NGLV എന്ന് പറയുന്ന മറ്റൊരു പ്രോജക്റ്റ് ഇപ്പം നടക്കുന്നുണ്ട്. NGLV നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെയൊക്കെ വർക്ക് നടക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട്. അത് ഡെവലപ്മെൻറ്റ് കഴിയണം. അത് കഴിഞ്ഞ് അതിൻ്റെ ട്രയൽ നടക്കണം. ഓരോ പാർട്ടും ട്രയൽ ചെയ്യണം. പിന്നെ അത് ടെസ്റ്റ് ലോഞ്ചിങ് നടത്തണം. അത് കഴിഞ്ഞ് വീണ്ടും കറക്ഷൻസ് ചെയ്യണം. അതിനൊക്കെ വർഷങ്ങളെടുക്കും, ഒരുപാട് സമയമെടുക്കും അതിന്. അങ്ങനെ ചെയ്ത് അങ്ങനെയാണ് ഒരു ടെക്നോളജിയിൽ മാസ്റ്റർ ചെയ്യുന്നത്. ഇപ്പം പറഞ്ഞു PSLV എന്ന് പറഞ്ഞ റോക്കറ്റ്, അതിൻ്റെ അകത്ത് നമ്മൾ മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. GSLVയിൽ മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ക്രയോജനിക് എഞ്ചിനിൽ മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. സാറ്റലൈറ്റ് ബിൽഡിങ്ങിൽ നമ്മൾ മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. എത്ര കാലത്തെ അധ്വാനം അതൊക്കെ! അങ്ങനെ ഒരു ടെക്നോളജിയിൽ മാസ്റ്റർ ചെയ്യുള്ളൂ. ഒരുപാട് കാലം, സമയം, അധ്വാനം, ഇൻവെസ്റ്റ്മെൻറ്റ്, ഇതെല്ലാം അതിൻ്റെ അകത്തുണ്ടാവും. ഇത്രയും കഴിഞ്ഞാലേ ഒരു ടെക്നോളജിയിൽ മാസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇങ്ങനെ ചെയ്ത് ഇതിൻ്റെ അകത്ത് മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടേ ആൾക്കാരെ നേരിട്ട് അവിടെ എത്തിക്കുക എന്നുള്ളത് നടക്കുകയുള്ളൂ. അതിനെന്തായാലും ഇത്രയും സമയമെടുക്കും, ഇത്രയും കാലമെടുക്കും. നമുക്കിപ്പോൾ അമേരിക്ക ചെയ്ത മാതിരി, ഇവർ ചെയ്ത മാതിരിയൊക്കെ ലക്ഷക്കണക്കിന് കോടി രൂപയൊന്നും പമ്പ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. നമ്മുടെ ലിമിറ്റേഷൻസിൻ്റെ അകത്ത് നിന്നുകൊണ്ട് വേണം, ലിമിറ്റഡ് ബജറ്റിൻ്റെ അകത്ത് നിന്നുകൊണ്ട് വേണം ഇതെല്ലാം ചെയ്യാൻ. ഇപ്പം മംഗൾയാൻ അയച്ചില്ലേ? ആ മംഗൾയാൻ അയച്ചപ്പോൾ അന്ന് പ്രൈം മിനിസ്റ്റർ പറഞ്ഞത് അവിടേക്കൊരു ഓട്ടോറിക്ഷ പോയാൽ അതിനെക്കാട്ടി കോസ്റ്റ് കുറവാണ്. ഗ്രാവിറ്റി സിനിമയില്ലേ? ഗ്രാവിറ്റി, ആ സിനിമയ്ക്ക് 1000 കോടി രൂപയ്ക്ക് മുകളിൽ ചിലവായിട്ടുണ്ട്. എന്നാൽ നമ്മുടെ മംഗൾയാൻ പ്രോജക്റ്റിന് 400 കോടി രൂപയുടെ ചിലവാണുള്ളത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. നമ്മുടെ പ്രയോറിറ്റീസ് എല്ലാം അതിൻ്റെ അകത്ത് നിർത്തി അതിൻ്റെ അകത്ത് മാക്സിമം റിസൾട്ട് ഉണ്ടാക്കുക, ഇതാണ്. അപ്പം അതിൻ്റേതായ സമയമെടുക്കും. ചൈന 2030 പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് 2040. അപ്പോഴേക്ക് നമ്മുടെ ഈ NGLVയും ബാഹുബലിയുടെ അടുത്ത ജനറേഷനും നമ്മുടെ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷനും ഒക്കെ റെഡിയാകും. ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ പോയി വന്നുകൊണ്ടിരിക്കും. അതുപോലെ ശ്രീഹരിക്കോട്ടയിൽ പുതിയ ലോഞ്ച് പാഡ് വരും. ഇവിടെ നമ്മുടെ കുലശേഖരപട്ടണത്ത് വേറെ ലോഞ്ച് പാഡ് വരും. അങ്ങനെ റോക്കറ്റ് ലോഞ്ചിങ് എന്ന് പറയുന്നത് ഇങ്ങനെ റെഗുലറായിട്ട് നടക്കും. അങ്ങനെ നടക്കുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ നമ്മൾ ആ ടെക്നോളജിയിൽ മാസ്റ്റർ ചെയ്യുന്നത്.
എനിക്ക് തോന്നുന്നു. പക്ഷേ ഇതിന്റെ പിന്നിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഈ വർഷങ്ങൾ പോകുന്നത് മിനിറ്റ് പോലെയൊക്കെ. അവർക്ക് അതൊരു ജോലിയല്ല കുട്ടി, ഡ്രീം. അവർക്ക് ജോലിയല്ല അത്. ഒരു 9 to 5. നീ ആ സിനിമ കണ്ടല്ലേ, മിഷൻ മംഗൾ കണ്ടില്ലേ? എന്താ പറഞ്ഞില്ലേ, ദിസ് ഈസ് നോട്ട് എ 9 to 5 ജോബ്. സന്തോഷ് ജോർജ് കുളങ്ങര കഴിഞ്ഞ ദിവസം പറഞ്ഞു കേട്ടില്ലേ, ഈ 9 to 5 ജോലി മാത്രം ജോലി ചെയ്യുന്നവർ ജീവിതത്തിൽ എങ്ങും എത്തുകയില്ല. നമ്മുടെ സമയം, നമ്മുടെ പാഷൻ, നമ്മുടെ എല്ലാം അങ്ങോട്ട് അതിനോട് സമർപ്പിച്ച് രാവും പകലും പോകുന്നത് പോലും അറിയാതെ ജോലി ചെയ്യുന്നവരാണ് എന്നും വലിയ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇവരെല്ലാവരും അങ്ങനെയുള്ളവരാണ്. എന്തായാലും ശുഭാംശു ശുക്ല പോയി വരട്ടെ. നമുക്ക് വെയിറ്റ് ചെയ്യാം. അടുത്ത വർഷം അവസാനത്തോടുകൂടി നമ്മുടെ ഗഗൻയാൻ പോകും. അതിൻ്റെ അകത്തൊരു മലയാളി അടക്കം 3 പേര് സ്പേസിൽ പോയി തിരിച്ചു വരും. വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സജസ്റ്റ് ചെയ്യുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.